ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. ഭൈരവി പറയാണ്, എൻ്റെ അടുത്ത് വരണ്ട, ഇങ്ങനെയുള്ള ഇടപാടുമായിട്ട് എൻ്റെ അടുത്ത് വന്നാൽ പിന്നെ സ്വഭാവം വേറെ ആയിരിക്കും. പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കാൻ നോക്ക്. അത് കേട്ട് കാർത്തികേയൻ ചിരിക്കുകയാണ്. എന്ത് സ്ഥലം കാലിയാക്കാനോ? താനെന്താ എന്നെ കുരങ്ങളിപ്പിക്കുക? ഓ എന്താ, എൻ്റെ അടുത്ത് സൂക്ഷിച്ച് സംസാരിച്ചോളണം. നീയല്ലേ ബാംഗ്ലൂരിൽ എന്തോ ഇൻ്റർവ്യൂവിന് പോകണം എന്ന് നിൻ്റെ അച്ഛൻ എന്നോട് വിളിച്ച് പറഞ്ഞേ? പറഞ്ഞിരുന്നു. അതുകൊണ്ട് പിന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ആക്കാനാണ് ഞാനിങ്ങോട്ട് വന്നേ. എൻ്റെ അച്ഛൻ എന്തിനാ അത് നിങ്ങളോട് പറഞ്ഞേ? ഒരിക്കലും അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴേക്കും ഭൈരവിയുടെ ഫോണിൽ കോൾ വന്നു. അച്ഛനാണല്ലോ വിളിക്കുന്നത്. എടുക്ക്. ആ അച്ഛാ, കാർത്തികേയൻ അവിടെ വന്നോ മോളെ? ആ, അച്ഛൻ എന്തിനാ ഇയാളിങ്ങോട്ട് അയച്ചേ? മോളെ, നീ അവൻ്റെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെ പറയുന്നത്? ആള് കാണാനൊരു സമർത്ഥക്കാരനാണെന്നുള്ളൂ, പക്ഷേ പച്ച പാവാണ്. നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വിശ്വാസമുള്ള ഇതുപോലത്തെ മറ്റൊരാൾ നമ്മുടെ നാട്ടിലേ ഇല്ല. കാർത്തികേയനെ വിശ്വസിച്ച് നിന്നെ എവിടെയും പറഞ്ഞേക്കാം. അത്രയ്ക്ക് പൊന്നാവൻ്റെ മനസ്സ്. പോയച്ചാ, ഇയാളുടെ കൂടെ ഞാൻ അത്രയും ദൂരം പോകുന്നില്ല. മോളെ, അച്ഛനാണ് കൂടെയെങ്കിൽ നീ എത്രത്തോളം സുരക്ഷിതമായിരിക്കുമോ അതുപോലത്തെ സുരക്ഷിതത്വം നിനക്കുണ്ടാവും. എന്നാലും ഞാൻ പറയാം, അതിനേക്കാളും ഒരുപടി മേലെയാണ് നീ അവൻ്റെ കൂടെ പോയാൽ. ധൈര്യമായിട്ട് പോയിട്ട് വാ മോളെ, അച്ഛനല്ലേ പറയുന്നേ. ശരി അച്ഛാ, എന്നാ വെക്കട്ടെ. വരുന്നില്ലേ? നിൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് തിരക്കിനിടയിൽ എൻ്റെ ഉണ്ടായിരുന്ന ജോലിയൊക്കെ മാറ്റിവെച്ചിട്ട് ഞാൻ നിന്നെ കൊണ്ടുപോയി വിടാൻ വന്നത്. ഞാൻ താല്പര്യമില്ലെങ്കിൽ നീ വേറെ ആരെങ്കിലും കണ്ടെത്തിക്കോ. ഞാൻ പോവുക, ചെന്നിട്ട് ഒത്തിരി പണിയുള്ളതാ. കാർത്തികേയൻ അപ്പം തന്നെ പോയി വണ്ടിയിൽ കയറിയിരുന്നു. വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയാണ്. ഇവനും പോയി കഴിഞ്ഞാൽ നാളത്തെ ഇൻ്റർവ്യൂ മിസ്സാവുമല്ലോ. ഹലോ, സ്റ്റോപ്പ്. അച്ഛൻ പറഞ്ഞത് ഞാൻ അനുസരിക്കാതിരിക്കില്ല. ഓ ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ തൻ്റെ കൂടെ വരുന്നത്. ആയിക്കോട്ടെ. ഓ അങ്ങനെയാണോ? എന്തൊരു വിശാല മനസ്കത. കയറിയിരിക്കടി. കാർത്തികേയൻ ചോദിക്കാണ് അവിടെ വന്ന് നിന്നാ കണ്ടിട്ട്. ഇനിയെന്താ എൻ്റെ ബാഗൊക്കെ? അതൊക്കെ താൻ ഇവിടെ കയറി ഇരുന്നിട്ട് തലയിലോട്ട് എടുത്ത് വെച്ചോ. പുറകിൽ അത്രയും സ്ഥലം കിടക്കുന്നത് കണ്ടില്ലേ? കൊണ്ടുപോയി വെക്കടി. കാട്ടുപോത്ത്. ഈ കാട്ടുപോത്തിൻ്റെ മനസ്സും കല്ലാണോ? ഇവനെ എന്തിനാ എന്നെ കൊണ്ടുവിടാൻ അച്ഛൻ പറഞ്ഞയച്ചത്? അവിടെ നിന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, കാർത്തികേയൻ തുറന്നു തന്നെ വെച്ചിരിക്കുന്നത്, കയറിയിരിക്കടി. എന്നാൽ പോയാലോ? കാർത്തികേയൻ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് പോകാൻ റെഡിയാവാണ്. ഈ സമയത്തൊരു പാട്ടാണുള്ളത്. പെട്ടെന്ന് ഓടുന്നതിനിടയിൽ ബ്രേക്ക് പിടിക്കേണ്ടി വന്നു. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, എവിടെ നോക്കിയാടോ താൻ വണ്ടി ഓടിക്കുന്നത്? കൊള്ളാം, വണ്ടി ആയിരിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നല്ലേ സീറ്റ് ബെൽറ്റ് തന്നിരിക്കുന്നത്? അതങ്ങ് ഇട്ടൂടെ? അത് നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നോ? വലിയ പഠിപ്പിച്ചിട്ടല്ലേ, അപ്പം അതൊക്കെ അറിയായിരിക്കും എന്ന് വിചാരിച്ചു. ഈശ്വരോ, ഇവൻ്റെ കൂടെ ഞാൻ ബാംഗ്ലൂർ വരെ എങ്ങനെ പോകും? എൻ്റെ കഷ്ടകാലം. പോയിക്കോട്ടെ. ഹരി എവിടെയോ പോയിരിക്കുകയാണ്. അവിടെ ഒരു സ്ഥലത്ത് മാറി നിന്നിട്ട് ഹരി ചിന്തിക്കുകയാണ്. അതായത് കാർത്തികേയൻ്റെ അമ്മ പറഞ്ഞത്, എൻ്റെ മോൻ്റെ കല്യാണം ഞാൻ എങ്ങനെയൊക്കെ സ്വപ്നം കണ്ടതാ, ഒടുവിലെല്ലാം ഇങ്ങനെ ആയിപ്പോയല്ലോ ഈശ്വരാ. അമ്മേ, വല്യമ്മേ. അപ്പോഴേക്കും അവർ താഴെ വീണു. അതൊക്കെ അവൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്. ആ സമയത്താണ് സിന്ധു അവിടേക്ക് വന്നത്. സിന്ധു ഹരിയെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഹരി എങ്ങോട്ടോ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ സിന്ധു അടുത്ത് വന്നിട്ട് കണ്ടിട്ടില്ല. സിന്ധു പറയാണ്, ഡോക്ടറെ. വാ സിന്ധു. എന്ത് പറ്റി ഡോക്ടർ? എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഡോക്ടർ വീട്ടിലേക്ക് പോകുന്നില്ലേ? കാർത്തികേയൻ്റെ കല്യാണം ഒരു തടസ്സവും കൂടാതെ ഞാൻ നടത്തുമെന്ന് ഞാൻ ദമയന്തി വല്യമ്മയ്ക്ക് വാക്ക് കൊടുത്തതാ. അപ്പോൾ സിന്ധു പറയാണ്, ഈ കല്യാണം എന്നൊക്കെ പറയുന്നത് ഒരു നിമിത്തമാണ്. അതൊന്നും നമ്മൾ തീരുമാനിക്കുന്നത് പോലെയല്ല. അവിടെ ദൈവം ഇയാൾക്ക് ഇയാളാണ് എന്ന് തീരുമാനിച്ചിട്ടാണ് ദൈവം ആദ്യമേ പറഞ്ഞയക്കുന്നത്. കാർത്തികേയൻ്റെ കല്യാണത്തിൻ്റെ സമയം വരുമ്പോൾ എല്ലാം കൃത്യമായിട്ട് നടക്കും. ഡോക്ടർ വിഷമിക്കാണ്ടിരിക്കുക. കാർത്തികേയനെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ഇനിയല്ലല്ലോ ജനിക്കാൻ പോകുന്നത്. എപ്പോഴോ എവിടെയോ ജനിച്ചിട്ടുണ്ടാവും. ഇവൻ തീരുമാനിച്ച സമയമാകുമ്പോൾ അവർ തമ്മിൽ ഉറപ്പായിട്ടും കണ്ടുമുട്ടും. കാർത്തികേയൻ്റെ കല്യാണം മുടങ്ങിയതിൽ ഡോക്ടർ വിഷമിക്കുന്നത് പോലെ തന്നെ നല്ല വിഷമം എനിക്കും ഉണ്ട്, അറിയോ? ഞാൻ എന്നും ഡോക്ടറുടെ കുടുംബത്തെ എൻ്റെ കുടുംബം പോലെയാണ് കാണുന്നത്. ഇതാ ഈ ഭസ്മം തൊട്ടോളൂ. കാർത്തികേയൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണം എന്ന് ഞാൻ അമ്പലത്തിൽ പ്രാർത്ഥിച്ചതാ. എടുത്തോളൂ ഡോക്ടർ. അവൾ പിന്നെ മനസ്സിൽ പറയാണ്, കാർത്തികേയൻ്റെ കല്യാണം മാത്രമല്ല
നമ്മളുടെ കല്യാണവും പെട്ടെന്ന് നടക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. താങ്ക്സ് സിന്ധു. എന്നാൽ ഞാൻ പോയിക്കോട്ടെ. ശരി ഡോക്ടറെ. ഈ സമയത്തും ഡോക്ടർ വണ്ടിയിൽ കയറി പോകുന്നത് വരെ സിന്ധു നോക്കി നിൽക്കുകയാണ്. ആ സമയത്തും ഒരു പാട്ടാണുള്ളത്. ഇതാ പിന്നെ കാണിക്കുന്നത് കാർത്തികേയനും ഭൈരവിയും വണ്ടിയിൽ പോവുകയാണ്. രണ്ടുപേരും ഒന്നും സംസാരിക്കാതെയാണ് പോകുന്നത്. കാർത്തികേയൻ ആ സമയം മനസ്സിൽ ചിന്തിക്കുകയാണ്, കുറേ നേരമായല്ലോ ഒന്നും മിണ്ടാത്തത്, എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അതേ, തനിക്ക് ബാംഗ്ലൂരിൽ എവിടെയാണ് പോകണ്ടേ? പിന്നെ ഏത് ജോലിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്? അതൊക്കെ പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുമോ? പറഞ്ഞാൽ മനസ്സിലാവാത്തത്ര മണ്ടനൊന്നുമല്ല ഞാൻ. എയറോസ്പേസ് എൻജിനീയറിങ്. എന്തോന്നാ അതെന്നാ വെച്ചാൽ എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ. അതാ തന്നോട് ഞാൻ പറഞ്ഞത്, പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവില്ലെന്നും. ചേടാ, അതൊന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞൂടെ? അത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ? ഇപ്പോൾ ചുമ്മാ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാ. ഞാൻ പോയി റോക്കറ്റ് ഉണ്ടാക്കാൻ പോവാ. എന്ത് റോക്കറ്റോ? കാർത്തികേയൻ അതും പറഞ്ഞ് ചിരിക്കുകയാണ്. അല്ല, എന്തിനാ ഇപ്പം ഇങ്ങനെ ചിരിക്കുന്നേ? അത് കൊള്ളാം, റോക്കറ്റ് ഉണ്ടാക്കി വിടാൻ എന്തിനാ ഇപ്പോൾ ബാംഗ്ലൂർ വരെ പോകുന്നേ? ഞാൻ വേണേൽ പടക്ക കമ്പനി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു തരാം. പടക്കോ? അയ്യോ എൻ്റെ ഭഗവാനേ. ഏയ്, ഞാൻ പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കല്ലേ. ബാംഗ്ലൂരിൽ പോയി റോക്കറ്റ് ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ ചുറ്റുവട്ടത്ത് തന്നെ നിന്നിട്ട് ചെയ്യാലോ. നമ്മളെ പിള്ളേർ ഒത്തിരി പേര് പടക്ക കമ്പനിയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം. അവിടെ കൂടാലോ അവരുടെ കൂടെ ജോലിക്ക്. എന്നെക്കൊണ്ട് വെറുതെ ഓരോന്ന് പറയിക്കല്ലേ. അതെന്താ, എന്തു പറ്റി? ഞാനൊന്നും മിണ്ടാതെ വണ്ടി ഓടിക്കാൻ നോക്ക്. ജോലി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ എന്തൊരു ജാടിയാ. നമ്മളെ നാട്ടിൽ പണിയെടുക്കാൻ എല്ലാവർക്കും മടിയാ. എന്നിട്ട് വല്ലവൻ്റെയും പിന്നാമ്പുറത്തെ കക്കൂസ് കഴുകാൻ പോവും. എന്ത്? ഒന്നുമില്ല, ചുമ്മാ നോൺസെൻസ്. അയ്യോ. അവളുടെ ബാഗ് തുറന്ന് ഒരു നേന്ത്രപ്പഴം എടുത്ത് കഴിക്കുകയാണ്. അത് കണ്ട് കാർത്തികേയൻ ചിരിക്കുകയാണ്. കാർത്തികേയൻ ചിരി അടക്കാൻ പറ്റാത്ത രീതിയിൽ ചിരിക്കുകയാണ്. അത് കണ്ട് അവനെ നോക്കുക. ഭൈരവി കാർത്തികേയനോട് ചോദിക്കുകയാണ്, എന്തിനാ ഇപ്പോൾ ചിരിക്കുന്നേ? ഒന്നുമില്ല, ഞാൻ ആ പഴം കഴിക്കുന്നത് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഓടി. എന്ത്? അത് പറഞ്ഞാൽ ശരിയാവില്ല, വിട്ടേക്ക്. ഞാനത് മുഴുവൻ കഴിച്ചു. ഈ കാട്ടുപോത്തിൻ്റെ പിരി ഇളകി കിടക്കുക. ഭൈരവി പഴം കഴിച്ച് അതിനുശേഷം തൊലി പുറത്തിട്ടു. അപ്പം തന്നെ കാർത്തികേയൻ വണ്ടീൻ്റെ ബ്രേക്ക് ചവിട്ടിയപ്പോൾ തന്നെ അവൾ ചോദിക്കുകയാണ്, എന്താ ഇത്? താനൊന്ന് പുറത്തിറങ്ങ്. എന്തിനാ പുറത്തിറങ്ങുന്നേ? പുറത്തിറങ്ങ്, ഞാൻ പറയാം. ഞാനെന്തിനാ ഇപ്പോൾ പുറത്തിറങ്ങുന്നേ? ഇറങ്ങിക്കേ, എന്താ കാര്യമെന്ന് പറയും. അതൊക്കെ പറയാം, ഇങ്ങോട്ട് ഇറങ്ങി വാ. എന്താ? താൻ ആദ്യം വഴിയിലോട്ടെറിഞ്ഞ ആ പഴത്തൊലി എടുത്ത് അങ്ങോട്ട് മാറ്റിയിട്ടെ. അത് അവിടെ ഇട്ടാൽ ആരെങ്കിലും തെന്നി വീഴില്ലേ? ഇവിടെ ആര് വന്ന് തെന്നി വീഴാനാ? എന്താ നോക്കി നിൽക്കുന്നേ? എന്നെപ്പോലെ വഴിയെ പോകുന്ന എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെ നോക്കി നിന്നിട്ട് കാര്യമില്ല. ചെന്ന് ആ തൊലിയെടുത്ത് സൈഡിലോട്ടിട്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. കാട്ടുപോത്ത്. എൻ്റെ കഷ്ടകാലം. അതാ. അങ്ങനെ പഴത്തൊലിയെടുത്ത് അവൾ പുറത്ത് കളഞ്ഞു. അതിനുശേഷം അവൻ പോയി വണ്ടിയിലിരിക്കുകയാണ്. എന്നിട്ട് ഭൈരവി വണ്ടിയിലേക്ക് കയറുന്നില്ല. അപ്പോൾ അവൻ പറയാണ്, എന്താ നോക്കി നിൽക്കുന്നേ? വണ്ടിയിലേക്ക് കയറാൻ നോക്ക്. എല്ലാം ആ അച്ഛനെ പറഞ്ഞാൽ മതി. എന്നെ കാത്തോളണേ ഭഗവാനെ. കയറി ഇരിക്കുന്നേ. ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തിന്? സീറ്റ് ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞാലേ കൂടിപ്പോകും. പിന്നെ കാർത്തികേയൻ ഒരു സൈഡിലായിട്ട് വണ്ടി നിർത്തിയിടുകയാണ്. അപ്പോൾ അവിടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും ഉണ്ടായിരുന്നു. അവരോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി ചേട്ടാ? ഞാൻ മധുരയ്ക്ക് പോകാൻ വേണ്ടി വന്നതാ. അയ്യോ ചേട്ടാ, ഇന്ന് ഹർത്താലാണല്ലോ. ബസ്സൊന്നും ഓടില്ലല്ലോ. ആണോ മോനെ? അറിയില്ല, വണ്ടിയിൽ കയറിക്കോ. ഞാൻ ബാംഗ്ലൂർക്കാണ് പോകുന്നത്. മധുരയ്ക്ക് ഇറക്കി വിട്ടേക്കാം. ഭൈരവി ചോദിക്കുകയാണ്, ഇപ്പം എന്തിനാ അവരെ വണ്ടിയിലോട്ട് കയറ്റിയേ? ചേടാ, അവർ നിൻ്റെ മടിയിലൊന്നും കയറിയിരിക്കാൻ പോകുന്നില്ലല്ലോ. പുറകിലത്തെ സീറ്റിലിരുന്നോളും. ഒന്ന് ഇറങ്ങിക്കേ. എനിക്ക് കയറിയിരുന്നോ? ഞാൻ സീറ്റൊക്കെ റെഡിയാക്കി അവർ രണ്ടുപേരെയും കൂടി കയറ്റി. അതെ, ആ സഞ്ചി ഇവിടെ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നേക്ക്, ഇവിടെ വെച്ചോളാം. ചേട്ടനോട് പറയാണ്. എന്നിട്ട് ഭൈരവിയോട് പറയാണ്, എന്നാ ഇത് മടിയിൽ വെച്ചോ. ഏയ്, ഇത് മധുര വരെയല്ലേ, കുറച്ച് നേരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. അങ്ങനെ മധുര എത്തിയതിന് ശേഷം അവർ രണ്ടുപേരെയും ഇറക്കി വിട്ടു. അപ്പോൾ അവർ പറയാണ്, മോനെ വലിയ സന്തോഷമുണ്ട് മോനെ, നന്നായിരിക്കും നീ. ഞങ്ങൾ പോയിട്ട് വരട്ടെ മോനെ. അവൾ ഒരു പുസ്തകം എടുത്ത് മറിച്ച് നോക്കുകയാണ്. അപ്പോൾ ഒരു ഫോൺ കോൾ വരികയാണ്. പറയ് അച്ഛാ, എവിടെ വരെ എത്തി മോളെ? എപ്പോഴാണ് ബാംഗ്ലൂരിലെത്തുക? സൂക്ഷിച്ച് പോയിട്ട് വാ. ഫോണൊന്ന് കാർത്തികേയനോടത്തെ. കാർത്തികേയന് ഫോൺ കൊടുക്കുകയാണ്. എൻ്റെ അച്ഛന് എന്തോ പറയണമെന്ന്. ഞാൻ വണ്ടി ഓടിക്കുന്നത് കണ്ടുകൂടെ? ഒരു കാര്യം ചെയ്യുക, സ്പീക്കറിൽ വന്നിട്ടെ.
ആ അമ്മാവാ പറഞ്ഞമ്മാവാ. കാർത്തികേയ, വലിയ ഉപകാരം മോനെ. നീ ഇല്ലായിരുന്നെങ്കിൽ അവൾ എന്ത് ചെയ്തേനെ? തിരിച്ചു വരുമ്പോൾ പതുക്കെ വണ്ടി ഓടിച്ചാൽ മതി. ഭൈരവിയുടെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ബസ്സിൽ വന്നോളൂ അവൾ. ശരി അമ്മാവാ. ഞാനിവളെ ഇറക്കി വിട്ടിട്ട് ഉടനെ തന്നെ തിരിക്കും. ഭൈരവിക്ക് ഫോൺ കൊടുക്കും മോനെ. പറയച്ചാ. ഭൈരവി, റൂമിലെത്തിയതും എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ. ശരി അച്ഛാ, എത്തിയിട്ട് വിളിക്കാം. പിന്നെ സത്യനമ്മാവന് ഇങ്ങനെ ഒരു മോളുണ്ടെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എന്നെ ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഞാൻ പഠിച്ചത് ചെന്നൈയിലാണ്. ഓ, അപ്പോൾ ശരിക്കും വലിയ പഠിപ്പിസ്റ്റായിരിക്കും. എനിക്ക് അത് മനസ്സിലാവാഞ്ഞ്. അവിടെ നിർത്തിക്കേ, ഞാൻ ഇറങ്ങിക്കോളാം. അവിടെയോ? ഭൈരവി പറഞ്ഞെടുത്ത് കാർത്തികയെ നിർത്തി. ഭൈരവി സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ കാർത്തികേയൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളെ ആൾ കൊള്ളാമല്ലോ. ഇത്രയിടം വരെ കൊണ്ടുവന്നാക്കിയിട്ട് ഒന്നിക്കണ്ടേ പോയിട്ട് വരാമെന്നോ അല്ലെങ്കിൽ താങ്ക്സ് എന്നോ എന്തെങ്കിലും ഒന്ന് പറയൂലേ? ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തൊരഹങ്കാരി അവൾ. ദമയന്തി അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്, അതായത് കാർത്തികേയൻ്റെ അമ്മ. അപ്പോൾ ഹരിയുടെ അമ്മ വന്നിട്ട് പറയാണ്, ദമയന്തി ചേച്ചി, നിങ്ങളിവിടെ ബോധം കെട്ട് വീണമെന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ചേച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ. കൈ ആകെ ചുമന്ന് പൊള്ളിയിരിക്കുകയാണ് അവരുടെ. അത് ഗായത്രി കാണുകയാണ്. ഗായത്രി അത് കണ്ട് കരയാണ്. അപ്പോൾ ഹരിയുടെ അമ്മ പറയാണ്, അയ്യോ ദമയന്തി ചേച്ചി, കൈ ആകെ പൊള്ളിയിരിക്കുകയാണല്ലോ. എൻ്റെ മോൻ കാർത്തികേയന് വേണ്ടി ഞാൻ തീച്ചട്ടി എടുത്തതാ. അവസാനത്തെ വഴിപാടാണിത്. ഇനി എൻ്റെ മോൻ്റെ കല്യാണം നടന്നില്ലെങ്കിൽ ജീവനോടെ ഉണ്ടാവില്ല. അയ്യോ ദമയന്തി ചേച്ചി, അറം പറ്റുന്ന വാക്കുകളൊന്നും ചേച്ചി പറയല്ലേ. കാർത്തികേയൻ്റെ കല്യാണം ഉറപ്പായിട്ടും എത്രയും പെട്ടെന്ന് നടക്കും. ഹരിയുടെ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിലും അവരുടെ സഹോദരനെ നോക്കുകയാണ്, എന്നിട്ട് ചിരിക്കുകയാണ്. മനസ്സിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ മകൻ കാർത്തികേയൻ്റെ കല്യാണം നടക്കില്ല. വേലായുധ, വരുന്ന വെളുത്തവാവിൻ്റെ അന്ന് 100 പേർക്ക് അമ്പലത്തിൽ അന്നദാനം കൊടുത്തേക്കണം. ശരി, വൈകുന്നേരം പണം അടച്ചേക്കാം. ഇതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നോക്കിക്കോ കേട്ടോ. ആയിക്കോട്ടെ ഏട്ടാ. ശരി. സിന്ധുവിൻ്റെ അച്ഛൻ അതും പറഞ്ഞ് തിരിയുമ്പോഴാണ് ദമയന്തി അവിടെ ഇരുന്ന് കരയുന്നത് കണ്ടത്. അപ്പോൾ അദ്ദേഹം പറയാണ്, അത് ദമയന്തിയാണല്ലോ കരയുന്നത്. എന്തിനാ അവൾ ഇവിടെ ഇരുന്ന് കരയുന്നേ? ദമയന്തി, നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നേ? അപ്പോഴാണ് അദ്ദേഹം കൈൻ്റെ അടി കണ്ടത്. എന്നിട്ട് പറയാണ്, ഇതെന്ത് പറ്റി? കൈൻ്റെ അടിഭാഗമൊക്കെ പൊള്ളിയിരിക്കുകയാണല്ലോ. എന്താണെന്നാ പറയണ്ടേ? കാർത്തികേയൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ചേച്ചി വഴിപാട് നടത്തിയതാ. എന്താ ഏട്ടാ എൻ്റെ മോൻ്റെ കല്യാണം മാത്രം നടക്കാത്തേ? ഈ ജന്മം ഇനി അവന് ഒരു കല്യാണം ഉണ്ടാവോ? എൻ്റെ കാർത്തികേയൻ്റെ കല്യാണം നടക്കാതെ എൻ്റെ കണ്ണടയുമോ എന്നാ എൻ്റെ പേടിയിപ്പോൾ. അങ്ങനെയൊന്നും പറയില്ല ദമയന്തി, നീ ഒന്ന് കടന്ന് ചിന്തിക്കാതിരിക്കെ. ഞാൻ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടല്ലേ എൻ്റെ മോന് നല്ലൊരു ജീവിതം പോലും കിട്ടാത്തത്. സിന്ധുവിൻ്റെ അച്ഛൻ ആ സമയത്ത് ചിന്തിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ. ആ കാർത്തികേയൻ്റെ കാര്യത്തിൽ ഇത്രയും നിനക്ക് വിഷമമുണ്ടെങ്കിൽ നിൻ്റെ മകളെ അവനെ കൊണ്ടങ്ങ് കെട്ടിച്ചേക്കണം. എന്നിട്ട് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് പറയാണ്, പിന്നെ ദമയന്തി, നീ ധൈര്യമായിട്ടിരിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ? ചോദിക്കേട്ടാ. അന്ന് അമ്പലത്തിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുരളി എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നു. അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല. എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് പറഞ്ഞാൽ എൻ്റെ നെഞ്ചിലെ ഭാരം ഇറങ്ങും. എന്താണെന്ന് പറയേട്ടാ. ദമയന്തി, എൻ്റെ മോള് സിന്ധുവിനെ നീ നിൻ്റെ മരുമകളായിട്ട് സ്വീകരിക്കുമോ? അത് കേട്ട് അവിടെ കൂടിയിരുന്നവരൊക്കെ ഞെട്ടാണ്. ഏട്ടാ, നേരാണോ ഏട്ടനീ പറയുന്നേ? വെറും വാക്ക് പറയാറില്ല. നിനക്കിഷ്ടമാണെങ്കിൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ സിന്ധുവിൻ്റെയും കാർത്തികേയൻ്റെയും കല്യാണം നമുക്ക് നടത്താം. അത് കേട്ടതും ഹരിയുടെ അമ്മയും അവരുടെ സഹോദരനും ഞെട്ടാണ്. അതേപോലെ തന്നെ ഗായത്രിക്കൊന്നും വിശ്വസിക്കാനേ പറ്റിയില്ല. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.